ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ ഇച്ചു പാർട്ട്നേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററാണ്. +2 കൊമേഴ്സിൽ ഉള്ള ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞത്. വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റിങ്ങിൻ്റെ മീനിങ് എന്താ, ഡയറക്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻസ്, അതുപോലെ ഡയറക്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്, ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ഈ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഡയറക്റ്റിംഗ് എന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഇവയാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അതിലൊരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഡയറക്റ്റിംഗ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. ഡയറക്റ്റിംഗ് എന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും പഠിച്ചു. ഇവിടെയൊന്നും ആക്ഷൻസ് നടക്കുന്നില്ല. അവിടെയൊക്കെ എന്താണ്, പ്ലാനിങ്ങും അതുപോലെ അറേഞ്ച്മെൻറ്റുമാണ് നടക്കുന്നുള്ളത്. ആക്ഷൻസ് നടക്കുന്നില്ല. പ്ലാൻസിനെ ആക്ഷൻസിലേക്ക് കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ് എന്തെന്ന്, ഡയറക്റ്റിംഗ് എന്ന ഫങ്ഷൻ. അപ്പോൾ ഈ ഡയറക്റ്റിംഗ് എന്ന ഫങ്ഷനിലുണ്ടാവുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ആക്ടിവിറ്റീസിൽ വരുന്നതാണ് മോട്ടിവേഷനും ലീഡർഷിപ്പും സൂപ്പർവിഷനും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക തുടങ്ങിയതൊക്കെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ മാനേജ്മെൻറ്റിൽ നിർവഹിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റിംഗ് എന്ന ഫങ്ഷനിൽ നമ്മൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, ലീഡർഷിപ്പ് അതായത് നയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ആരെയാണ് നയിക്കുന്നത്, ആർക്കാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്, ആർക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനാണ് കൊടുക്കുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നുള്ളത്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസും സൂപ്പർവിഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും ഒക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉൾക്കൊള്ളുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റിംഗ് എന്ന് പറയുക. അടുത്തത് നമുക്ക് പറയേണ്ടത് ഡയറക്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചിരിക്കണം. അപ്പം അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ഒരു സങ്കീർണമായ ഫങ്ഷനാണ്. അതൊരു സിമ്പിൾ ഫങ്ഷൻ അല്ല, അതായത് ഒരു കോംപ്ലക്സ് ഫങ്ഷനാണ്. അവിടെ കുറച്ച് ഡിഫിക്കൽട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണ്, ഡയറക്റ്റിംഗ് ഹ്യൂമൺ എലമെൻസിനെയാണ് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൺ എലമെൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. കാരണം ഹ്യൂമൺ എലമെൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം എന്താണ്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി വ്യത്യസ്തനായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും വളരെ പ്രയാസമുണ്ടാവും. അതുകൊണ്ടാണ് ഡയറക്റ്റിംഗ് ഒരു കോംപ്ലക്സ് ഫങ്ഷനാണെന്ന് പറഞ്ഞത്. ദാറ്റ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്നു all those activity which are designed to encourage subordinate to work effectively and efficiently. അതായത് സബോർഡിനേറ്റിനെ നല്ല എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യിക്കാൻ വേണ്ടുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഡയറക്റ്റിംഗ് ഫങ്ഷൻസിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. അതായത് അങ്ങനെ സബോർഡിനേറ്റിനെ എൻകറേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ മോട്ടിവേഷൻ. അവരെ പ്രോപ്പറായ ടൈമിൽ മോട്ടിവേഷൻ കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, ഓരോ ഗ്രൂപ്പ് ഓഫ് ഓരോ വർക്കറിൻ്റെയും സ്വഭാവവും കാര്യങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ലീഡർഷിപ്പും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഓർഗനൈസേഷന് ഓവറോളായിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഉദ്ദേശം. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അടുത്തത് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ, ഇറ്റ് ഇനീഷ്യേറ്റ് ആക്ഷൻ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എ ഹ്യൂമൻ ഫാക്ടർ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഫങ്ഷൻ, ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്.
അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം. അപ്പോൾ ഇതൊരു ഷോർട്ട് ആൻസറിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 5 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. അതായത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ്, ദാറ്റ് മീൻസ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടും ലീഡ് ചെയ്തുകൊണ്ടും അതുപോലെ സൂപ്പർവിഷൻ ചെയ്തുകൊണ്ടും എംപ്ലോയീസിനെ നമ്മൾ നല്ലൊരു എഫിഷ്യൻ്റായി പെർഫോം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫങ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിലായിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങളിലായിക്കോട്ടെ, അവരുടെ വർക്കിലായിക്കോട്ടെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജീരിയൽ ഫങ്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾസിലൂടെ ഇത് കുറച്ചുകൂടി ക്ലിയർ ഞാൻ ആക്കിത്തരാം. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകും. ആ ഓരോ എംപ്ലോയീസിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പം സാലറി കൂട്ടിത്തരുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം സാലറി കൂട്ടുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തി എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഒരു എംപ്ലോയീസിന് സാലറിയാണ് പ്രശ്നമെങ്കിൽ ആ വർക്കർ അതിന് ആ സാലറി കുറച്ച് കൂട്ടിക്കൊടുക്കാൻ അനുയോജ്യരാണെങ്കിൽ ആ ഒരു സാലറി കൂട്ടിക്കൊടുത്താൽ അയാൾ വർക്ക് ചെയ്യുമെങ്കിൽ അത് കൂട്ടിക്കൊടുക്കും. അങ്ങനെ അയാളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ജോബിലേക്ക് അയാളെ കൂടുതൽ കൂടി എൻഗേജ്ഡ് ആക്കി ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷേ അതേ വർക്കർ നാളെ മറ്റൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതേ ഓർഗനൈസേഷനിൽ നാളെ മറ്റൊരു അതേ വർക്കോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നാളെ ഈ സാലറി എന്ന് പറയുന്ന സെയിം ഘടകം തന്നെ അയാളിൽ മോട്ടിവേറ്റഡ് ആവണമെന്നില്ല. മറ്റേതെങ്കിലും ഘടകമായിരിക്കാം പിന്നീടുള്ള ദിവസങ്ങളിൽ മോട്ടിവേറ്റഡ് ആവുക. അതുപോലെ ഈ ഒരു വർക്കറെ പോലെ എല്ലാ വർക്കറും സാലറിക്ക് വേണ്ടിയിട്ട് തന്നെ മോട്ടിവേറ്റഡ് ആവണമെന്നില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് വേണം മോട്ടിവേഷൻ ടെക്നിക്സും കാര്യങ്ങളും നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഓരോ എംപ്ലോയീസിനും അപ്ലൈ ചെയ്യാൻ. അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും പേഴ്സൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും ആ ഒരു വ്യത്യാസം ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ കൊണ്ട്. അതുപോലെ ലീഡർഷിപ്പ് സ്റ്റൈലും ഒരു കുറച്ചും കൂടി ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലും അതുപോലെ തന്നെ സൂപ്പർവിഷൻ സ്റ്റൈലും ഒരു സിമ്പിളായ ടാസ്കിന് വേണ്ടി വരില്ല. അതും എന്താവും, സാഹചര്യത്തിനനുസരിച്ച് മാറും. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജീരിയൽ ഫങ്ഷൻസ് ഓർഗനൈസേഷനിലെ ചേഞ്ചസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ആ മാറ്റത്തിനനുസരിച്ച് ആ ടെക്നിക്സും കാര്യങ്ങളും സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഡയറക്റ്റിംഗ് ഈസ് എൻ ഇനീഷ്യേറ്റീവ് ഫങ്ഷൻ. അത് പറയാൻ കാരണം നമുക്ക് മാനേജ്മെൻറ്റിന് നമുക്കറിയാം ഡയറക്റ്റിംഗ് കൂടാതെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇങ്ങനെയാണ് മാനേജീരിയൽ ഫങ്ഷൻ. ഇതിൽ ആദ്യത്തെ ഫങ്ഷൻസ് ഡയറക്റ്റിങ്ങിന് മുമ്പുള്ള ഫങ്ഷൻസൊക്കെ ആക്ഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ല, അവിടെ പ്ലാനിങ്സും അറേഞ്ച്മെൻറ്റ്സുമാണ് നടത്തുന്നുള്ളത്. എന്നാൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനാണ് ഈ പ്ലാൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഫങ്ഷൻ എന്ന് പറയുന്നുള്ളത് ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റിംഗ് ബിഗിൻസ്, ദാറ്റ് മീൻസ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഈ ഫങ്ഷനിലാണ് നമ്മുടെ പ്ലാൻസിനെ ആക്ഷനിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക് എടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഫങ്ഷനെ ഇനീഷ്യേറ്റ് ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പോയിൻ്റ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ഫാക്ടറാണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജീരിയൽ ഫങ്ഷൻസ് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ഫാക്ടറാണ്. അത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻസിൻ്റെ എലമെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജീരിയൽ ഫങ്ഷൻസിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും ഒക്കെയാണ്. ഈ പറയുന്ന എല്ലാ
ആക്ടിവിറ്റീസും ഹ്യൂമൻ എലമെൻസുമായിട്ട് വളരെ ക്ലോസ്ഡ് ആണ്. ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻസിനെയാണ്. ദാറ്റ് മീൻസ് എംപ്ലോയീസിനെയാണ്. ആരെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? വർക്ക് എംപ്ലോയീസിൻ്റെ വർക്കാണ്. അത് ഹ്യൂമൻ എലമെൻസ് ആണ്. അതുപോലെ തന്നെ ആരെയാണ് ലീഡ് ചെയ്യുന്നത്? ലീഡർഷിപ്പ് കൊടുക്കുന്നത് ആർക്കാണ്? അതും ഹ്യൂമൻ എലമെൻസ് ആണ്. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ഹ്യൂമൻ എലമെൻസുമായിട്ടുള്ള ഡീലിങ്സ് ആണ് കൂടുതലും പറയുന്നുള്ളത്. ഓക്കെ, അതാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അത് തുടർച്ചയുള്ള പ്രോസസ്സാണ്. അതായത് നമുക്ക് ഓർഗനൈസേഷൻ എപ്പോൾ വരെ ഉണ്ട് അതുവരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടി വരും? തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എംപ്ലോയീസിനെ ഒരു സ്റ്റേജിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് പിന്നീട് മോട്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സ്റ്റേജിൽ സൂപ്പർവൈസ് ചെയ്തിട്ട് പിന്നീടുള്ള സ്റ്റേജിൽ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഗനൈസേഷന് ഈ പറയുന്ന മോട്ടിവേഷനും സൂപ്പർവിഷനും ലീഡർഷിപ്പും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ എന്തുണ്ടാവും? സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഓർഗനൈസേഷൻ എപ്പോഴൊക്കെ ഓർഗനൈസേഷനിൽ ആക്ടിവിറ്റീസ് നടക്കുന്നു, അതായത് ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ എപ്പോഴാണ് എൻഡ് ചെയ്യുന്നുള്ളത് അതുവരെ ഈ പറയുന്ന ഡയറക്റ്റിംഗ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് അത് കണ്ടിന്യൂയിങ് ഫങ്ഷനാണ്. അവിടെ എന്തില്ല, കുറച്ച് കാലഘട്ടത്തിലേക്ക് അത് വേണ്ട എന്ന് വെച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഫങ്ഷനല്ല. ഹ്യൂമൻ എലമെൻസിൻ്റെ ഫങ്ഷനാണ്. ഹ്യൂമൻ എലമെൻസിനെ ഡീൽ ചെയ്യേണ്ട ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ എലമെൻസ് എപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ടാവും വർക്കിംഗ്. അതുകൊണ്ട് തന്നെ ഇതും എന്നും ഓർഗനൈസേഷനിൽ ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനും എന്നും ഓർഗനൈസേഷൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, ക്ലിയർ? ദാറ്റ് മീൻസ് ഓർഗനൈസേഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും ഒക്കെ എന്നും വർക്ക് ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് എന്നും ഇതിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് ഫങ്ഷനും ഭാഗമായിരിക്കും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അത് സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആവശ്യം വരും. മോട്ടിവേഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻ കൊടുക്കലായിക്കോട്ടെ, ഗൈഡിങ് ആയിക്കോട്ടെ, എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആവശ്യകതകൾ വരും. അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഫങ്ഷൻ എല്ലാ ലെവൽസിലും ഉണ്ട് എന്നതാണ് പറയുന്നുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് ഡയറക്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും എഴുതുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.